ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമ്മൾ ആലപ്പുഴ ട്രിപ്പിൻ്റെ സെക്കൻഡ് പാർട്ടുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് ഞാൻ അന്ന് പറഞ്ഞ പോലത്തെ ഒരു ഫ്ലോപ്പ് അല്ല കേട്ടോ, ഇതൊരു അടിപൊളി സംഭവമാണ്. നിങ്ങൾ എന്തായാലും കാണും. അങ്ങനെ നമ്മൾ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞു നിർത്തിയത് കിടക്കാൻ പോകുന്നതാണ്. കിടന്ന് നെക്സ്റ്റ് ദിവസം എണീച്ച് രാവിലെ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റാണിത്. സാമ്പാറൊക്കെ ഇവിടെ വെച്ചാൽ ആലപ്പുഴ വെച്ചാൽ അങ്ങ് വയനാട് എത്തുവിന് അങ്ങനത്തെ സാമ്പാറായിരുന്നു. നല്ല അൾട്ടർ ഫ്ലോപ്പായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ. നമ്മളായിരുന്നു വേഗം ഇറങ്ങി എൻ്റെ ഉപ്പാൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി ഫ്രഷപ്പായിട്ടാണ് നമ്മൾ പിന്നെ കറങ്ങാൻ ഇറങ്ങിയത് കേട്ടോ. ആലപ്പുഴ വല്ലാണ്ട് നമ്മൾ ഇറങ്ങിയില്ല, നേരെ കൊച്ചി വിട്ടു. ആ കാണുന്ന മുതലാണ് ഇന്നത്തെ ഞങ്ങളുടെ സ്റ്റേ ചെയ്യുന്ന സംഭവം കേട്ടോ. അങ്ങനെ ഞങ്ങൾ കൊച്ചിയിൽ പോയി അരിപ്പ എന്ന് പറയുന്ന അവിടെ പോയി അടിപൊളിയായിട്ട് ഫുഡ് കഴിച്ചു. കുറച്ച് ടീം സദ്യയും ഞാനും എൻ്റെ അനിയനും ബിരിയാണി ലവേഴ്സാണ്. ഞങ്ങൾ ബിരിയാണിയാണ് കഴിച്ചത്. എൻ്റെ ഹസ്ബൻഡ്, ഉപ്പ, ഉമ്മ, അനിയൻ, ഏട്ടൻ്റെ വൈഫ് ഇവരെല്ലാവരും സദ്യയായിരുന്നു കേട്ടോ. നല്ല അടിപൊളി സദ്യയായിരുന്നു എന്നാണ് അവർ പറഞ്ഞത്. ആൻഡ് അഫോർഡബിൾ റേറ്റാണ്, പക്ഷെ അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ബിരിയാണി ആണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ പൊതുവെ ഒരു സദ്യ ലവറല്ല, പക്ഷെ അവർക്ക് ഇങ്ങനെ ഇട്ടുകൊടുക്കുന്ന കാണുമ്പോൾ ചെറിയൊരു പൊതിയൊക്കെ വന്നില്ലെങ്കിലും പക്ഷെ ഞാൻ ബിരിയാണി വെക്കില്ല, ബിരിയാണി ലവറാണ് ഞാൻ. നമ്മൾ ബിരിയാണി കഴിക്കും. ഒരു കാര്യം ഈ അരിപ്പയിൽ എടുത്ത് പറയേണ്ടത് ആംബിയൻസ് ആണ്. ഒരു രക്ഷയില്ലാത്തൊരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ആംബിയൻസ് ആയിരുന്നു. ഭയങ്കര ഗ്രീനറിയാണ് അതിൻ്റെ ഉള്ളിൽ കേട്ടോ. അടിപൊളിയായിരുന്നു. പിന്നെ നമ്മൾ പഴയ പാട്ടുകളൊക്കെ ആയിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു സംഭവം, നല്ല സെറ്റ്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ലുലുവിലേക്ക് പോയത് ഞങ്ങൾ ചെറിയൊരു ഷോപ്പിംഗ് നടത്താൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യുന്ന സ്ഥലം അത്രയും കിടുവാണ്. ഒരു വീട് ഫുള്ള് നമ്മൾ വാങ്ങിയതാണ്. അപ്പോൾ എന്തായാലും നമ്മളത് മുതലാക്കണമല്ലോ. അപ്പോൾ നമ്മൾ വിചാരിച്ചു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ തന്നെ അവിടുന്ന് പ്രിപ്പയർ ചെയ്യുന്ന രീതിയിലേക്ക് നമ്മൾ ബ്രെഡും എഗ്ഗും കാര്യങ്ങളും എല്ലാം മേടിച്ച് നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ് ചെയ്തത്. ആൻഡ് ഇതാണ് നമ്മുടെ സ്ഥലം. ഈ ഒരു വില്ല മൊത്തം നമ്മൾ എടുത്തതാണ് കേട്ടോ. ഈ ഒരു ദിവസത്തിന് വേണ്ടി മാത്രം. നമുക്ക് ശരിക്കും തോന്നിപ്പോയി ആലപ്പുഴ എടുക്കണ്ടായിരുന്നു. നമുക്ക് ഇവിടെ വന്ന് 2 ദിവസം റൂം എടുത്താൽ മതിയായിരുന്നു. കാരണം ഇവിടുന്ന് നമുക്ക് പോരാൻ തോന്നുന്നുണ്ടായിരുന്നില്ല, അത്രയും അടിപൊളിയായിരുന്നു കേട്ടോ. മേലെ ഒരു റൂമും മേലെ 3 റൂമും താഴെ ഒരു റൂമുമാണ് കേട്ടോ വരുന്നത്. കിച്ചണും കാര്യങ്ങളും എല്ലാം ഉണ്ട്, സ്വിമ്മിങ് പൂളും എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. വാഷ്റൂമൊക്കെ ഒരാൾക്ക് ഫുട്ബോൾ കളിക്കാൻ രീതിയിലുള്ള സൗകര്യമുണ്ട്. ആൻഡ് നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാവുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് അവിടുന്ന് പോരാനേ തോന്നുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അത്രയും അടിപൊളിയായിരുന്നു. നല്ലൊരു ആംബിയൻസ് ആയിരുന്നു. നമ്മളെപ്പോലെ ഇപ്പോൾ വെക്കേഷനൊക്കെ അല്ലേ, ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടൊക്കെ നിങ്ങൾക്ക് കറങ്ങാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ ലൊക്കേഷൻ ഒന്ന് മൈൻഡിൽ വെച്ചോ കേട്ടോ. നമ്മൾ കൊച്ചി എടപ്പള്ളി സെനിത്ത് ലക്ഷറിയസ് പൂൾ വില്ലയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും മസ്റ്റ് ആണ്. കാരണം ഇവർക്ക് ഒരുപാട് വില്ലകളുണ്ട്. 24 വില്ലാസായിട്ട് ഇവർക്ക് ഉണ്ടെന്നാണ് ഞങ്ങൾ അറിഞ്ഞത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് നോക്കിക്കോ. ഇതായിരുന്നു ഞങ്ങളുടെ റൂം കേട്ടോ. ആൻഡ് അടിപൊളിയായിരുന്നു സംഭവം. നമുക്ക് കുറേ നേരം കിടന്നുറങ്ങാനൊന്നും പറ്റില്ല, നല്ല വെളിച്ചമായിരിക്കും രാവിലെ. പക്ഷെ അതൊന്നും ഒരു സീനേ അല്ല. നല്ലൊരു സമാധാനത്തിൽ ആംബിയൻസ് ഇവിടെ കിടന്നുറങ്ങാൻ പറ്റും. എൻ്റെ ഫാമിലി, എൻ്റെ വാപ്പ, ഉമ്മ ഇവരൊക്കെ പൊതുവെ ഫാമിലിയുമായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അവർക്ക് അവരുടെ പാരൻസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടേ വേറെ എന്തുള്ളൂ. ഈ ഒരു ഗ്യാപ്പിൽ എനിക്ക് അവരെ 3 ഫോഴ്സ്ഫുള്ളി ആണെങ്കിലും കൊണ്ടുവരാൻ പറ്റി. അവരതിൽ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു. അത് കണ്ടപ്പോൾ എനിക്കും ഭയങ്കര സന്തോഷമായിട്ടോ. അവർ പറയായിരുന്നു ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല, സംഭവം നല്ല രസമുണ്ടെന്ന് നോക്കുക. അത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വില്ലൊക്കെ ഒന്ന് കറങ്ങി കണ്ടതിന് ശേഷം അപ്പനും ഇമ്മനെയൊക്കെ ഒന്ന് അവിടെ റെസ്റ്റ് ചെയ്യാനാക്കി ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിട്ടോ. നമ്മൾ ജാത്തറിലെ ഹുക്ക ലോഞ്ചിലാണ് വന്നത്. കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. നമ്മൾ അവിടുന്ന് വേഗം ഇറങ്ങുക ചെയ്തു കേട്ടോ. അന്നേക്കുള്ള ഡിന്നറെല്ലാം വാങ്ങി നമ്മൾ നേരെ വില്ലയിലേക്ക് പോവുകയാണ് ചെയ്തത്. പാരൻസിൻ്റെ കൂടെയുള്ള ഓരോ മൊമെൻറ്റ്സും സ്പെഷ്യലാന്ന് പറയുന്നത് അവരുടെ ഓരോ അഡ്വഞ്ചർ സൈഡൊക്കെ നമ്മൾ കാണുക ശരിക്കും ഇങ്ങനത്തെ ട്രിപ്പൊക്കെ വരുമ്പോഴാണ് കേട്ടോ. അല്ലാണ്ടൊന്നും നമുക്ക് അങ്ങനത്തെ ഒരു അഡ്വഞ്ചർ സൈഡ് കാണാൻ പറ്റില്ല. എൻ്റെ വീട്ടിൽ അങ്ങനെയാണ് കേട്ടോ. അങ്ങനെ നമ്മളെല്ലാം കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ നേരെ പൂളിലേക്ക് ഇറങ്ങി. എൻ്റെ ഉപ്പയമ്മക്ക് ആദ്യമായിട്ടാണ് പൂളിൽ ഇറങ്ങുന്നത്. പൂളിൽ ഇറങ്ങാറുണ്ട്, പക്ഷേ ഇപ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ പൂളിൽ ഇറങ്ങുന്നത്. അങ്ങനെ നല്ല അടിപൊളിയായിട്ട് നമ്മൾ പൂൾ ബാത്തൊക്കെ കഴിഞ്ഞ് നമ്മൾ നല്ലോണം കിടന്നുറങ്ങി. രാവിലെ നമ്മൾ ഇന്നലെ മേടിച്ച ഹുമ്മൂസ് നൂഡിൽസ് കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം കഴിച്ച് നമ്മൾ അവിടുന്ന് വെക്കേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഇനി ഇൻഷാ അല്ലാഹ് വേറൊരു വീഡിയോ, അടിപൊളി വീഡിയോ ഇട്ട് വരാം. അതുവരേക്കും ബൈ.